കേരയിൽ വേണ്ട, കേരളം മതി. ഈ മുദ്രാവാക്യമാണ് 2022 കേരളം മുഴുവനും മുഴങ്ങിക്കേട്ടത്. മാടപ്പള്ളി റീത്തുപള്ളി പരിസരത്ത് കേരളത്തിനെതിരെയുള്ള ജനകീയ സമരം കേരളീയരുടെ പ്രതിരോധ ചരിത്രത്തിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ഒന്നാണ്. എനിക്കെൻ്റെ അമ്മയെ വേണം എന്ന പോലീസുകാരോട് ഒരു കുരുന്നു ബാലികയുടെ തൊണ്ട പൊട്ടുന്ന ദീനരോധനം കേരള നിയമസഭയിൽ മാത്രമല്ല, അങ്ങ് പാർലമെന്റിലും മുഴങ്ങിക്കേട്ടത് മാടപ്പള്ളിയിലെ കേരയിൽ വിരുദ്ധ സമരത്തിൽ നിന്നായിരുന്നു. 2022 മാർച്ച് 17 ഈ സമരത്തിൻ്റെ ആദ്യ ദിനം. പ്രളയ ഭീഷണി, വൻ പ്രദേശങ്ങളുടെ നശീകരണം, ജനങ്ങളുടെ പുനരധിവാസം, ഇതെല്ലാമാണ് കേരളത്തിനെതിരായ ജനകീയ പ്രക്ഷോഭത്തിന് ആക്കം നൽകിയത്. നാട്ടുകാർക്കെതിരെ പോലീസിന്റെ ലാത്തിചാർജും അറസ്റ്റും മറ്റ് ഭീഷണികളും ഉണ്ടായെങ്കിലും ഒന്നിലും മാടപ്പള്ളി സമരക്കാർ വഴങ്ങിക്കൊടുത്തില്ല. പ്രതിഷേധത്തിനായി പ്രായം ചെന്ന അമ്മമാരും കൊച്ചുകുട്ടികളും വിദ്യാർത്ഥികളും കൂട്ടം കൂട്ടമായി രാവിലെയും രാത്രിയിലും ബോധവൽക്കരണ പരിപാടികൾ, മനുഷ്യ മഹാശൃംഖലകൾ, സമരഗീതങ്ങൾ, അങ്ങനെ കേരളം മുഴുവനും ശ്രദ്ധിച്ച ഈ ജനകീയ പ്രക്ഷോഭം തടയാൻ സർക്കാർ ശ്രമിച്ച മാർഗങ്ങൾ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ കാഴ്ചകൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒന്നായി മാറി. ജനകീയ ഒത്തുചേരലിൻ്റെ ശക്തി എത്രത്തോളം മികവുറ്റതാണതിൻ്റെ തെളിവായി കേരള സർക്കാർ ഒന്നിലധികം തവണ ഈ പദ്ധതിയെ പുനഃപരിശോധിക്കേണ്ടതായി വന്നു. എന്നാൽ തന്നെ ഈ പ്രതിരോധം ഒരു നാട്ടിൻപുറത്തിൻ്റെ വിജയകഥയായി മാറുകയാണ് ഉണ്ടായത്. എന്നാൽ നിരവധി സമരക്കാർക്കും സമര നേതാക്കൾക്കുമെതിരെ സർക്കാർ എടുത്തിരിക്കുന്ന കള്ളക്കേസുകൾ ഉടൻ പിൻവലിക്കണം എന്നാണ് സമരക്കാരുടെ ആവശ്യം. മാടപ്പള്ളി റീത്തുപള്ളി ജംഗ്ഷനിൽ ഏതാണ്ട് 3 കൊല്ലങ്ങൾക്ക് മുമ്പേ സ്ഥാപിച്ച സ്ഥിരം സമരപന്തലിൽ അന്നു മുതൽ ഇന്ന് വരെ ഇടമുറിയാതെ മാടപ്പള്ളി നിവാസികളും സമര നേതാക്കളും സമരക്കാരും നിരാഹാര സത്യാഗ്രഹം തുടരുകയാണ്. മാർച്ച് 17 ഈ സമരം 4ാം വർഷത്തിലേക്ക് കയറുമ്പോഴും അവരുടെ ആവേശത്തിൻ്റെ ചൂടിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇന്നും മാടപ്പള്ളി നിവാസികൾ ഒറ്റക്കെട്ടായി സർക്കാരിനെതിരെ പറയുന്നു, ഞങ്ങൾക്ക് കേരയിൽ വേണ്ട, ഞങ്ങൾക്ക് കേരളം മതി. മാടപ്പള്ളി നിവാസികൾ സ്ഥിരം സമരപ്പന്തലിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 3 വർഷങ്ങൾ തികയുമ്പോൾ അതൊരു വിജയം മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ പ്രത്യക്ഷ സാക്ഷ്യവുമാണ്. നമ്മുടെ ഭൂമി, ജീവിതം, ഭാവി, അതിനുവേണ്ടി നിലകൊണ്ട ഒരു തലമുറയുടെ കൃത്യമായ പ്രതിബദ്ധതയുടെ ഓർമ്മയ്ക്കാണ് മാർച്ച് 17 ഇപ്പോൾ മാടപ്പള്ളിക്കാർ അനുസ്മരിക്കുന്നത്. ഇനി നമുക്ക് കേരയിൽ വിരുദ്ധ സമര നേതാക്കളായ ശ്രീ ബാബു കുട്ടഞ്ചിറ, ജില്ലാ ചെയർമാൻ, ശ്രീമതി മിനി ഫിലിപ്പ്, ജില്ലാ രക്ഷാധികാരി, ശ്രീ ബാബു കുര്യത്തറ, മാടപ്പള്ളി മണ്ഡലം പ്രസിഡന്റ്, ശ്രീമതി റോസലിൻ ഫിലിപ്പ്, ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നിവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. പ്രിയമുള്ളവരെ, കേരളത്തിലെ സിൽവർ ലൈൻ പ്രതിഷേധക്കാർക്ക് ഊർജം പകർന്നുകൊടുത്ത മാടപ്പള്ളിയിലെ സിൽവർ ലൈൻ വിരുദ്ധ ചെറുത്തുനിൽപ്പിൻ്റെ 3ാം വാർഷികം ഈ മാസം 17 മാടപ്പള്ളിയിലെ സ്ഥിരം സമരപന്തലിൽ സമര പോരാളികളുടെ സംഗമമായി സംഘടിപ്പിക്കുകയാണ്. അഭിമന്യ ഡോക്ടർ ഗീവറീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത സമരസംഗമം ഉദ്ഘാടനം ചെയ്തു. വിവിധ രാഷ്ട്രീയ പരിസ്ഥിതി സമരസമിതി നേതാക്കൾ പ്രസ്തുത സംഗമത്തിൽ സംബന്ധിക്കുന്നതാണ്. 2022 മാർച്ച് 17 കോട്ടയം ജില്ലാ അതിർത്തിയായ മാടപ്പള്ളിയിലെ വള്ളോക്കുന്നിൽ നിന്ന് സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി കല്ലിടുവാൻ നിരവധി പോലീസുകാരുടെ അകമ്പടിയോട് കൂടി കേരയിൽ അധികാരികൾ എത്തിയപ്പോൾ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ മാടപ്പള്ളിയിലെ റീത്തുപള്ളി ജംഗ്ഷനിൽ
മനുഷ്യച്ചങ്ങല തീർത്ത് സമാധാനപരമായി നിൽക്കുകയും DYSP ശ്രീകുമാറിൻ്റെ നിർദ്ദേശപ്രകാരം പ്രതിഷേധക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും സ്ത്രീകളെ അടക്കം റോഡിലൂടെ വലിച്ചിഴക്കുകയും ചെയ്ത സംഭവം കേരളത്തിൽ വിവാദമാകുകയും അതിലൂടെ കേരയിൽ പ്രവർത്തനം തൽക്കാലമായി നിർത്തിവെക്കുകയും ചെയ്യുകയുണ്ടായി. പ്രസ്തുത സമര സംഗമത്തിലേക്ക് മുഴുവൻ സഹപ്രവർത്തകരെയും സമര പോരാളികളെയും ഹാർദവമായി മാടപ്പള്ളി സമരപ്പന്തലിലേക്ക് സ്വാഗതം ചെയ്യും. മാർച്ച് 17 മാടപ്പള്ളിയിലെ കേരയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ നടന്ന അതിശക്തമായ ജനകീയ പ്രതിരോധത്തിന്റെ 3ാം വാർഷികമാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മാടപ്പള്ളിയിൽ ആരംഭിച്ച അനിശ്ചിതകാല സത്യാഗ്രഹ പന്തൽ 61ാം ദിവസമാണ്. ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. 10,000-കണക്കിന് ജനങ്ങളെ കുടിയിറക്കുന്ന കേരളത്തിന്റെ പശ്ചിമഘട്ടത്തെയും പരിസ്ഥിതിയെയും ജൈവ വൈവിധ്യങ്ങളെയും തകർക്കുന്ന വരാനിരിക്കുന്ന തലമുറകളെ പോലും കടക്കണിയിൽ അകപ്പെടുത്തുന്ന കേരയിൽ സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കണമെന്നും സമരം ചെയ്ത ജനങ്ങൾക്ക് നേരെ സ്വീകരിച്ചിരിക്കുന്ന കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും ഈ സാഹചര്യത്തിൽ ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. മാർച്ച് 17 3 വർഷം മുമ്പ് 2022 മാർച്ച് 17-ാം തീയതി കേരള സർക്കാരിന്റെ കിരാതമായ നയത്തിനെതിരെ സിൽവർ ലൈൻ പദ്ധതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഐതിഹാസിക സമരത്തിന് 3 വർഷം തികയുകയാണ്. നമുക്കറിയാം 2022 മാർച്ച് 17-ാം തീയതി ആ സമരത്തിൽ ഏറ്റവും അന്തർദേശീയ ശ്രദ്ധ പതിപ്പിച്ചത് ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹിളാ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി റോസിലിൻ ഫിലിപ്പിനെയും തന്റെ പിഞ്ചോമന മകളെയും അതിദാരുണമായി വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ആ സമരത്തിന് സഹപ്രവർത്തകരോടൊപ്പം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നു. ഈ മാർച്ച് 2022 മാർച്ച് 17-ന് ശേഷം സമരപന്തൽ കെട്ടി റീത്ത് പള്ളിയിൽ നടത്തിവരുന്ന സത്യാഗ്രഹ സമരത്തിന്റെ 1061ാം ദിനത്തിൽ ഈ സമരത്തിന്റെ വിജയം കാണുന്നവരെ ആഗ്രഹിക്കുന്ന മുഴുവൻ നാട്ടുകാരും ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സമരപന്തലിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാർച്ച് 17 നീണ്ട 1061 ദിനങ്ങൾ പിന്നിടുകയാണ്. 2022 മാർച്ച് 17-ന് പോലീസ് നടത്തിയ കിരാതമായ നരനായാട്ടിന്റെ ഓർമ്മ പുതുക്കലാണ് നാളെ. ഈ 3 വർഷം പിന്നിടുമ്പോൾ സമര പോരാളികൾക്ക് നേരെ എടുത്തിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും കേരളത്തെ മുച്ചൂടം നശിപ്പിക്കുന്ന ഈ കേരള പദ്ധതി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമരസമിതിയും സമര പോരാളികളും നടത്തുന്ന ഈ ദ്വന്ദ്വ യുദ്ധത്തിൽ കേരളത്തിലെ ലോകത്തെ എല്ലാ സമര പോരാളികളും അഭ്യുദാകാംക്ഷികളെയും ഈ സമരപന്തലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കേരള പദ്ധതി പിൻവലിക്കൂ.